ശ്വേതാമേനോൻ ഹൗസിലെത്തി പണി തുടങ്ങിയിട്ടുണ്ട്. ആകെ മൊത്തം വിഷയമായിട്ടിരിക്കുകയാണ്. റസ്മിൻ ജാസ്മിനെ അടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നു. സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ ശ്വേത വന്നിട്ട് റോബോട്ടായ ജാസ്മിനോട് പറയുന്നു ഹൗസ് അംഗങ്ങളെയെല്ലാം ഒറ്റത്ത് വിളിച്ചിരുത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ വന്ന് പറയുമ്പോൾ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. റസ്മിനാകട്ടെ അപ്സരയാകട്ടെ ആരും ഇത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ആ കാര്യം വന്നിട്ട് നമ്മുടെ ജാസ്മിൻ റോബോട്ടാണല്ലോ. ജാസ്മിൻ വന്നിട്ട് ഈ ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ ഹൗസിലെ റോബോട്ട് വിളിച്ചാൽ എന്താണ് വരാത്തത്? അങ്ങനെ വരണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും പോയി വിളിക്കുന്നുണ്ട്. അങ്ങനെ റസ്മിനാണെങ്കിൽ കിച്ചൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് റസ്മിനോട് പോയി പറയുന്നുണ്ട്. റസ്മിന് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ സ്റ്റൗവിൽ എന്തോ ഇരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റൗ പെട്ടെന്ന് ഓഫ് ചെയ്ത് ജാസ്മിൻ പെട്ടെന്ന് അത് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കൈ തട്ടി മാറ്റിക്കൊണ്ട് അങ്ങ് ചൂടാവുകയാണ്. ഈ ഒരു സംഭവം അതുകൂടാതെ ലിവിങ് ഏരിയയിൽ വന്നിട്ട് വീണ്ടും ഇത് പറയുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിനും റസ്മിനും തമ്മിൽ കയ്യാങ്കളി ആയിരിക്കുകയാണ്. എന്തായാലും റസ്മിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തായാലും നമ്മുടെ ശ്വേത വന്നിട്ട് പൊളിച്ചു. ശ്വേത വന്നിട്ട് മാക്സിമം ഫസ്റ്റ് തന്നെ ഒരൊറ്റ പോയിന്റിൽ തന്നെ അവിടെ അടി പൊട്ടിയെന്നുള്ളതാണ്. എന്തായാലും ശ്വേത ശരിക്കും ഗെയിം പ്ലാൻ ചെയ്ത് വന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ഉടൻ അറിയാൻ സാധിക്കും. റസ്മിൻ പുറത്തേക്ക് പോകുമോ, അതോ ഇനി അവിടെ തന്നെ തുടരുമോ, അതോ ഇനി ബിഗ് ബോസ് മാറ്റി നിർത്തുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഉടൻ അപ്ഡേറ്റുമായിട്ട് ഉടൻ കാണാം.